അപ്പം ഗൈസ് നമ്മൾ അതിന് വേണ്ടി ഒരു ചിക്കൻ ബിരിയാണിക്കുള്ള ചിക്കൻ, കച്ച മസാല, ഇഞ്ചി മുളക് വെളുത്തുള്ളി മിക്സ്ഡ്, പിന്നെ അതിന് അഡീഷണലായിട്ടൊരു ബീറ്റ്റൂട്ട് അച്ചാറ് പോലെയാക്കി ഇതിനു വേണ്ടിയാണ്. അപ്പോൾ അത് നമ്മൾ പെട്ടെന്ന് വീട്ടിലുള്ള അമ്മമാർക്കെല്ലാം പെട്ടെന്ന് ഒരു ബിരിയാണി മസാല ഒന്ന് കുക്കറിലിടുക. അതൊരു പകുതി വേവിന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചിക്കൻ മാഗ്നേറ്റ് ചെയ്യുന്നവർക്ക് മാഗ്നേറ്റ് ശരിക്കും ചെയ്ത് ഉണ്ടാക്കുക. ഇല്ലാത്തൊക്കെ ദം ബിരിയാണി. അപ്പോൾ ഇവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ദം ബിരിയാണിയുടെ ഇതാണ് നാടൻ പെട്ടെന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടത് തൊട്ടുകൂടെ നമ്മൾ നല്ല കച്ച മസാല, വെളുത്തുള്ളി ഇഞ്ചി മുളക് അത് ഒന്ന് എണ്ണയിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിന് നമ്മൾ പച്ച മസാല, വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇട്ടാൽ നല്ല സ്മെല്ല്. ചിക്കൻ ഇട്ട് കൊടുക്കുക. നമ്മൾ ഫ്രൈ ആക്കുന്നതിനേക്കാളും നല്ലത് ടേസ്റ്റ് കിട്ടുമല്ലോ. പച്ച മസാലയും നല്ലവണ്ണം മൂപ്പിച്ചെടുത്ത് ചിക്കൻ, അതിനാകുമ്പോൾ കുറേ ഓയിലൊന്നും വേണ്ട, ഹെൽത്തിന് നല്ലതാണ്. നമ്മൾ അത് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. നമ്മൾ ഫ്രൈ ആക്കുന്നതിനായിട്ട് കുറച്ചൊരു ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ആവശ്യത്തിന് വേണ്ട ഉപ്പും ചേർത്ത് നമ്മൾ ശരിക്കൊന്ന് മൂപ്പിച്ചെടുക്കുക. 10 മിനിറ്റ് മതിയാവും, 10-15 മിനിറ്റ് മതി. ഇപ്പം പ്രിയ സുഹൃത്തുക്കളെ, ഈ ചിക്കനെല്ലാം നല്ല മസാലയും പച്ച മസാല നല്ലോണം, ആവശ്യത്തിന് ഉപ്പും പച്ച മസാല ഇട്ട ശേഷം നല്ലോണം സെറ്റായി. ശരിക്കൊരു ചിക്കന് നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി ഇടുന്നതിന് മുൻപ് തന്നെ പച്ച മസാലയും നല്ലോണം ചെറുങ്ങനെ മാഗ്നേറ്റ് ചെയ്ത് നമ്മളൊന്ന് ചെറിയ റോസ്റ്റാക്കി എടുക്കും. നമുക്കുള്ളത് സമയം കിട്ടി ഫ്രൈ ആക്കുന്നതിന് ഓയിലും ഇല്ല, ഹെൽത്തിയായി. ഇപ്പം മസാല ഇവിടെ വെച്ചിട്ടില്ല, ഇത് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. ഇതിലിട്ട് കഴിഞ്ഞാൽ ഒന്ന് സെറ്റാക്കി റോസ്റ്റ് പോലെ ബിരിയാണികൾക്കുള്ള ദം മസാലയായിട്ട് കിട്ടും. പെട്ടെന്നുള്ള പരിപാടി. അപ്പോൾ ഗായ്സ് നമ്മൾ നോക്കിയാൽ ഇത് നല്ല മസാലകൾ നല്ല സെറ്റായിട്ടുണ്ട്. ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല. നല്ല ഒരു ശരിക്കൊരു നല്ല കളറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനിട്ടത് നമ്മൾ കച്ച മസാലയിൽ ആദ്യം ചിക്കനൊന്ന് മൂവ് ചെയ്യുക, ഒന്ന് മാഗ്നേറ്റ് പോലെ അങ്ങനെ ചെറുങ്ങനെ ഫ്രൈ ആയി വരിക. അതിനുശേഷം മസാലകൾ ആവശ്യത്തിനുള്ളത്, ഇതിൽ മിക്സ് മസാലകൾ, പിന്നെ ഹൽദി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ശേഷം ആവശ്യത്തിന് വേണ്ടത് രീതിയിൽ ചേർവുകൾ ചേർക്കുക. അപ്പം നമ്മൾ അത് ആയ ശേഷം ഗരം മസാല ഇവിടെ വേച്ച് വെച്ചുകൊണ്ട് പെട്ടെന്നുള്ള പരിപാടി ബിരിയാണി ഉണ്ടാക്കാനുള്ള പറയുന്നത്. അപ്പോൾ ഓക്കെ. അപ്പം ഗൈസ്, നമ്മുടെ ചിക്കൻ ബിരിയാണിക്കുള്ള മസാല ഇവിടെ റെഡിയായിരിക്കുകയാണ്. ഇതിൻ്റെ ചേരുവകൾ പറഞ്ഞില്ല. ആദ്യം ചെയ്യേണ്ടത് ചിക്കൻ നമ്മൾ പച്ച മസാലയിലൊന്ന് ഡ്രൈ ആക്കി എടുക്കുക. അതിനുണ്ടാവും ഉപ്പും ചേർത്ത് ഒന്ന്
നല്ല കുറച്ച് എണ്ണയിൽ മൂപ്പിച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾ മസാലകൾ വേണ്ട ചേരുവ മസാല ഇട്ട് കൊടുക്കുക. അത് സെറ്റായതിന് ശേഷം സെറ്റായതിന് ശേഷം നമ്മൾ അതിൻ്റെ മസാല വെച്ചാൽ ഗരം മസാല, അൽത്തി, ചില്ലി പൗഡർ, ധനിയ പൗഡർ, ഒരു മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്തൊന്ന് റെഡിയാക്കി എടുക്കുക. മസ്റ്റായിട്ട് മസാലകൾ നമ്മൾ പൊടികൾ കുറച്ച് മിക്കവാറും കുറച്ച് യൂസ് ചെയ്യാൻ ഉപയോഗിക്കുക. മുളക് പൊടി, മല്ലിപ്പൊടി, ഇപ്പോഴത്തെ മുളക് പൊടികളും മല്ലിപ്പൊടികളെല്ലാം വാങ്ങുന്നതെല്ലാം ഭയങ്കര മിക്സിംഗ് ആയിട്ട് വരുന്ന മുമ്പത്തെ പോലെ നമുക്ക് റെഡിയായി കിട്ടുന്നില്ല. അപ്പം നമ്മളതുകൊണ്ട് പച്ച മസാലയും നല്ല കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ആ രീതിയിലെടുക്കുക. ഇത് കുറച്ചൊരു ലാൽ കളറായിട്ടുണ്ട്, ഒരു ചുമപ്പ് കളർ അത്ര വേണ്ട. പച്ച മസാല ദം ബിരിയാണി എന്ന് പറഞ്ഞാൽ നല്ല പച്ച മസാലേൻ്റെ അതിലാണ് ഏറ്റവും വലിയ ടേസ്റ്റ് കിട്ടുക. പെട്ടെന്നാവുന്ന പരിപാടി അതാണ് ഇങ്ങനെ പറഞ്ഞ മസാലകൾ പെട്ടെന്ന്. അപ്പോൾ നമ്മൾ ഉള്ളി ഇതെല്ലാം ഒന്ന് സെറ്റാക്കി കുക്കറിൽ പകുതി ബോയിലെടുത്ത് അത് ഇതിൽ മിക്സാക്കി സെറ്റായ ഇപ്പം ബിരിയാണിക്കുള്ള ചിക്കൻ മസാല ബിരിയാണി ചിക്കൻ ബിരിയാണിക്കുള്ള മസാലകൾ റെഡി. ഓക്കെ.